നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സമയമില്ല. നമ്മുടെ മക്കളോടൊത്ത് സംസാരിക്കാൻ സമയമില്ല. അമ്മയുടെ അടുത്തും പോയിരുന്നൊന്നും വർത്താനം പറയാൻ സമയമില്ല. ഇപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ പാർട്ട് ടൈം ആയിട്ടുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് ചില സർവീസ് ഒക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു 1 വർഷം 2 വർഷമൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് വയസ്സായ കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഇവരുടെയൊക്കെ ആഗ്രഹം ഒരു മെഡിക്കൽ സർവീസ് എന്നതിലുപരി കുറച്ച് സമയം അവരോടൊത്തൊന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ തിരക്കുക, പിന്നെ എന്തെങ്കിലും മെഡിക്കൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. തമ്പാനൂര് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പന് അവസാനം മരിക്കുന്നത് വരെ എന്ത് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കും. ഇയാള് ഒരു പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞാണ്. എന്തെങ്കിലും ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മിക്ക സമയം ഹോസ്പിറ്റലിൽ ബെഡ് ഉണ്ടാവാറില്ല. അപ്പം ബുദ്ധിമുട്ട്, അപ്പൊ ഇവരുടെ മക്കൾക്ക് ബുദ്ധിമുട്ട്, കുപ്പനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അവസാനം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, തൽക്കാലം ഒരു നെബുലൈസേഷൻ കൊടുത്താൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് നമ്പറും തന്നു. അന്ന് മുതൽ ഈ ആള് മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കും. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അത് രാവിലെ മുതൽ നമ്മുടെ ഹോസ്പിറ്റൽ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഇന്ന ആള് വരും, നമ്മളിങ്ങനെ കാത്തിരിക്കും. അവരുടെ മക്കളും അവരുമായിട്ടൊക്കെ ഒരു വലിയ ബന്ധം നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അടുത്ത് ഇത് കഴിഞ്ഞ ഉടനെ ഇവരെയൊക്കെ പോയി കാണണം, ഇവരെടുത്ത് സംസാരിക്കണം. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടണല്ലേ. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, നോട്ട് എ റിസൾട്ട്.